ബുഡിയും മാരിമയുടെ ഫിഫ്ത് എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും വോച്ചു മെറിയുടെ പഴയ ഫോട്ടോ ഒക്കെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം മെറീനെ കോൾ ചെയ്യുന്നു. ഇതേ സമയത്തായിരുന്നു മെറിയുടെ എക്സും മെറീനെ കോൾ ചെയ്യുന്നത്. സോ നമ്മുടെ വോച്ചു ആയിരിക്കും വിചാരിച്ചുകൊണ്ട് മെറി നേരെ കോൾ എടുക്കുന്നത് മെറിയുടെ എക്സിന്റെയാണ്. എക്സും ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാനിപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അവളോടും പറയുന്നു. അവളും അത് കേട്ട ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ വൂച്ചോ മെറീനെ കോൾ ചെയ്തിട്ട് പേഴ്സ് അവന്റെ കാറിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കുന്നു. കൂടാതെ മെറിയും എക്സ് ഇതുപോലെ നാട്ടിലെത്തിയെന്നും കോൾ ചെയ്തു എന്നുള്ള കാര്യം ഒന്നും തന്നെ വൂച്ചുവിനോട് പറയുന്നില്ല. ഇപ്പോൾ വൂച്ചു മുത്തശ്ശിനെ കാണുമ്പോഴത്തേക്കും മുത്തശ്ശിയും അവന്റെ വിവാഹത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ കൂട്ടിക്കൊണ്ടൊക്കെ വാ, ഞാനും ഒന്ന് കണ്ട് പരിചയപ്പെടട്ടെ. അത് കൂടാതെ നീ നമ്മുടെ കമ്പനിയൊക്കെ നോക്കി നടത്തുവാനായിട്ട് പോകുന്ന ആളാണ്. അങ്ങനെയുള്ള ആള് നമ്മുടെ സ്റ്റാറ്റസിനൊക്കെ പറ്റിയ ഒരാളെ മാത്രമേ വിവാഹം ചെയ്യുവാനായിട്ട് പാടുള്ളൂ എന്നും മുത്തശ്ശി അവനോട് പറയുന്നു. ഉമ്മറ് രാവിലെ തന്നെ വർക്കിന് വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കുമായിരുന്നു സെക്രട്ടറി പോകുവാനായിട്ട് റെഡിയായി നിൽക്കുന്ന കാഴ്ച അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ സെക്രട്ടറി അവളെ കാണാതിരിക്കുവാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും സെക്രട്ടറി അവളെ കണ്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവളോട് സംസാരിക്കുന്നു. ഇന്നലെ രാത്രി പാർക്കിംഗ് ഏരിയയിൽ ഊജുവിന്റെ വണ്ടിയൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് സെക്രട്ടറി പറയുമ്പോഴത്തേക്കും ഊജു ഇന്നലെ രാത്രി എല്ലാം തന്നെ വർക്ക് ചെയ്യുകയായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് എത്തിയില്ല എന്ന് അവളും മറുപടി കൊടുക്കുന്നു. കൂടാതെ സെക്രട്ടറിയും അവളെ ഓഫീസിലേക്ക് കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവളും നടന്നു പോകാമെന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ സെക്രട്ടറിയും ബൂച്ചിന്റെ ബേക്കറിയിൽ എത്തിയിരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി വർക്ക് ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ, അവര് അവരുടെ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. സോ അവർ ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ VIP കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഒക്കെ കൊടുക്കുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഫുഡ് ഐറ്റം ആകട്ടെ ഈ ബൂച്ചുവിന്റെ ബേക്കറിയിൽ നിന്നും കൊടുക്കുവാനായിട്ടാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഇത് സെക്രട്ടറിയുടെ പ്ലാൻ അല്ല, മറിച്ച് സെക്രട്ടറിയുടെ സിഇഒയുടെ പ്ലാനൊക്കെയാണ്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാനായിട്ടായിരുന്നു സെക്രട്ടറി എത്തിയത്. സോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാർക്കറ്റിംഗ് ടീം തന്നെ നേരിട്ട് പറയുന്നതായിരിക്കും. സോ മാർക്കറ്റിംഗ് ടീമിന്റെ ടീം ലീഡറിനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്കിൾ ഇരിക്കുകയും അതിനുശേഷം അവർ ഊജുവിനെ വിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ റൂമിന്റെ വെളിയിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഊജുവും ഇപ്പോൾ ആരാണ് തന്നെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ സെക്രട്ടറിയാണ് തന്നെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളതെന്ന കാര്യം എല്ലാം തന്നെ ഊജുവും മനസ്സിലാക്കുന്നത്. സോ ഇവിടെ വെച്ച് സെക്രട്ടറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ കുളമാക്കുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവനും തനിക്ക് നല്ല സുഖമില്ല, ഒന്ന് ബാത്റൂമിലൊക്കെ പോകണം, അതുകൊണ്ട് തന്നെ സെക്രട്ടറിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങുന്നു. കൂടാതെ ബൂച്ചുവിന് മറ്റൊരു കോൾ വരുന്ന സമയത്ത് അവനും തനിക്ക് വയറ്റിന് ഒട്ടും തന്നെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ സെക്രട്ടറിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നും തനിക്ക് പകരമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാമോ എന്നും ചോദിക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന ആളും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തോളാം എന്നൊക്കെ അറിയിക്കുകയാണ്. ആ ഒരു സമാധാനത്തിൽ കുറെ നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബൂച്ചുവും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുമാണ് അങ്കിൾ സെക്രട്ടറിനെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ അങ്കിളും ഇപ്പോൾ പൂജുവിനെ സെക്രട്ടറിയുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നതും. അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ അങ്കിളും അവര് രണ്ടുപേരെയും പറഞ്ഞയക്കുമ്പോഴത്തേക്കും ഒന്നിച്ച് ലിഫ്റ്റിലുണ്ടായിരുന്ന അവരും സംസാരിക്കുന്നു. എനിക്ക് നേരത്തെ തന്നെ നിന്നെ അറിയാമായിരുന്നെങ്കിൽ പോലും അറിയത്തില്ലാത്തതുപോലെയൊക്കെ പെരുമാറേണ്ടതായിട്ട് വന്നു. നീ അതിന് എന്നോട് ക്ഷമിക്കണമെന്ന് ഊജു പറയുമ്പോഴത്തേക്കും അതെന്തുകൊണ്ട് നല്ലൊരു കാര്യമായിട്ടായിരുന്നു സെക്രട്ടറി കണ്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും ജോലിയിലും എന്തെങ്കിലും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സോ അറിയത്തില്ലാത്തതുപോലെ തന്നെ എല്ലായ്പ്പോഴും ഇരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് സെക്രട്ടറിയും പറയുന്നു. പേഴ്സണൽ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും രണ്ടായിട്ട് കൊണ്ടുപോകുന്നതിലാണ് തനിക്കും താല്പര്യമെന്ന് അയാൾ അറിയിക്കുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ പോലും പാർട്ടികളൊക്കെ കൊടുത്ത സമയത്ത് വൂജുവിന്റെ മെറിയുടെ പേര് മാറ്റിയിട്ട് മറ്റു രണ്ട് പേരുകളായിരുന്നല്ലോ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് തെറ്റായിട്ടുള്ള പേരുകളൊക്കെ കൊടുത്തതെന്ന് സെക്രട്ടറി സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും സ്റ്റാഫും അവർ വലിയൊരു കടബാധ്യതയിലാണെന്നാണ് പറഞ്ഞത്. സോ ഒറിജിനൽ ആയിട്ടുള്ള അവരുടെ പേരൊക്കെ കാണുകയാണെങ്കിൽ ശരിക്കും അവർ ആരുടെ കയ്യിൽ നിന്നുമാണോ പണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അവരെല്ലാവരും തന്നെ ഇവരെ പിന്തുടർന്ന് വരുന്നതായിരിക്കും. സോ അവരാകെ ട്രബിളിലാകുന്നത് കൊണ്ടാണ് തെറ്റായിട്ടുള്ള പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് സ്റ്റാഫ് പറഞ്ഞതിനെ കുറിച്ച് സെക്രട്ടറിയും ഇപ്പോൾ ഓർക്കുന്നു. സെക്രട്ടറിയും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും താൻ വലിയൊരു കടബാധ്യതയിലാണ് ഉള്ളതെന്ന് അവനും പറയുന്നൊക്കെയുണ്ട്. കൂടാതെ അവനെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ടുണ്ടെന്ന് സെക്രട്ടറിയും നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറക്കളച്ചിരുന്ന് വർക്ക് ചെയ്തതുപോലെ ഒന്നും തോന്നുകയില്ലല്ലോ എന്നും പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പൂജുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പൂജുവും എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പൺ ആവുകയും വെളിയിലായിട്ട് മെറി നിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ മറിയം ഈ കമ്പനിയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് സെക്രട്ടറി ചോദിക്കുമ്പോഴത്തേക്കും മറിയം അല്ല എന്ന് പറയുന്നു. കൂടാതെ ഈ ഒരു സമയത്ത് സെക്രട്ടറിനെ കൺവിൻസ് ചെയ്യിക്കുവാനായിട്ട് പറ്റിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവരും മറിയുടെ പേഴ്സ് ബൂച്ചിന്റെ കയ്യിൽ പെട്ടുപോയതാണെന്നും ആ ഒരു പേഴ്സ് ഒക്കെ തിരിച്ചു മേടിക്കുവാനായിട്ടായിരുന്നു മേറി എത്തിയിട്ടുണ്ടായിരുന്നതെന്നും ഒക്കെ അറിയിക്കുന്നു. അതായത് അവർ കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ ഇടയിലായിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നത് സ്വാഭാവികമാണെന്നാണ് അവർ അറിയിക്കുന്നത്.
പോരാത്തതിന് വോചുവും താൻ രാവിലെ വന്ന സമയത്ത് പെട്ടെന്ന് മാറിപ്പോയത് കൊണ്ടാണ് ഇതൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ വൂച്ച് രാത്രി വീട്ടിൽ വന്നില്ല എന്നായിരുന്നല്ലോ സെക്രട്ടറിയോട് മെറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് സെക്രട്ടറിയും ഓർക്കുന്നു. സോ ഇപ്പോൾ മെറിയും വൂജു ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കളച്ച് വർക്ക് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് തെറ്റിപ്പോയതാണെന്നാണ് അവൾ അറിയിക്കുന്നത്. പിന്നീട് സെക്രട്ടറിനും അവർ പറഞ്ഞയക്കുന്നു. ഇപ്പോൾ മെറിയും വൂച്ചുവിനോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോഴത്തേക്കും നിന്റെ ലൈഫിൽ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് എൻ്റെ അടുത്തും ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്നും തന്നെ അറിയാതെയൊക്കെ പോകും. സോ നമ്മൾ തമ്മിൽ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നീ എന്നെ ഒരു ദിവസം 4 തവണയൊക്കെ കോൾ ചെയ്യ്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്കതിന് തക്കതായിട്ടുള്ള മറുപടിയും കൊടുക്കുവാൻ സാധിക്കും. സോ ഈ ഒരു രീതിക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അവളെയും കൺവിൻസ് ചെയ്യിക്കുന്നു. ഇപ്പോൾ മെറിയുടെ എക്സ് ആയിട്ടുണ്ടായിരുന്ന വൂച്ചു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അമ്മയും അവനോട് ജെനിനെ കുറിച്ച് ചോദിക്കുന്നു. അതായത് വൂജുവും ജെനിയും കൂടി ഹോങ്കോങ്ങിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. കൂടാതെ ജെനിയുടെ പേരൻസ് ഉള്ളതും ഹോങ്കോങ്ങിലാണ്. അങ്ങനെ ഇരിക്കെ പേരൻസിനെയൊക്കെ ചെന്ന് കണ്ടിട്ട് നിനക്കും ഒന്ന് കമ്പനി ആയിക്കൂടായിരുന്നോ? അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കുമല്ലോ എന്ന് അമ്മയും പറയുന്നു. പക്ഷെ അവനും അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെയൊക്കെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് വൂജുവിന്റെ സഹോദരി തനിക്കൊരു ഷോപ്പൊക്കെ തുടങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. സോ ജെനീനൊക്കെ വിവാഹം കഴിച്ചിട്ട് അവൾ തരുന്ന പണം വെച്ചിട്ട് വേണം തനിക്ക് ഷോപ്പ് തുടങ്ങുവാൻ എന്ന് കൂടി അറിയിക്കുന്നത്. അതുകൂടി കേൾക്കുമ്പോഴത്തേക്കും വൂജുവും ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ അവിടെ നിന്നും പോകുന്നു. വീട്ടുകാരൊക്കെ തന്റെ അടുത്ത് നിന്നും ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവനും നേരത്തെ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് കൂടി ഓർക്കുകയാണ്. അതായത് ജെനിക്ക് മറ്റൊരാൾ ലവറായിട്ടൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന വൂജുവും അയാളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് വെച്ച് തന്നെ ജെനിയുടെ പേരൻസ് ഒരാളുമായിട്ട് ജെനിയുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അയാളെ ആയിരുന്നു നേരത്തെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നതെന്നുമാണ് അവൾ പറയുന്നത്. അവരുടെ വിവാഹമൊക്കെ ഉടനെ തന്നെ നടക്കുന്നതായിരിക്കും. എന്തായാലും അവൻ ഇല്ലാത്ത സമയം ഞാൻ നിന്നെ കോൾ ചെയ്യാമെന്ന് ജെനി പറയുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും ജെനിയുടെ കയ്യിലെ പണം ഒന്നും തന്നെ അവന് കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനും ഞാൻ വേണോ അവൻ വേണോ എന്ന് നീ തീരുമാനിക്കുന്ന അറിയിക്കുന്നു. പക്ഷെ ജെനി ആകട്ടെ അയാളെ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ജെനി തന്നെ ഉപേക്ഷിച്ച വിഷമത്തില് വോച്ചും ജെനിക്ക് മെസ്സേജ് അയക്കുന്നു. അതായത് ഇപ്പോഴും ജെനിയുടെ ഒരു ക്യാറ്റ് ഉണ്ടല്ലോ, ആ ക്യാറ്റ് വോച്ചുവിന്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. സോ ആ ക്യാറ്റിനെ എപ്പോൾ കൊണ്ടുവന്ന് തരണമെന്ന രീതിക്കാണ് അവൻ സംസാരിക്കുന്നത്. പക്ഷേ ജെനി ആകട്ടെ താൻ കല്യാണത്തിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ തന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ആന്റിയുടെ വീട്ടിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ആന്റിയുടെ അഡ്രസ് കൂടി വൂച്ചിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ വൂച്ചോ മെറിനെ കുറിച്ച് ആലോചിക്കുന്നു. ജെനി തന്നെ ചതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മെറിയുടെ മനസ്സിൽ അന്നും ഇന്നും താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവൻ ചിന്തിക്കുന്നതും. മെറിയും തന്റെ ഡിസൈൻസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഷോപ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിലവില് ആ ഒരു ഷോപ്പുകാര് ഇതിനു മുമ്പിലത്തെ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവളും തന്റെ പ്രൊജക്ടിനും ഇത് ഒരുപാട് ഉപകാരപ്പെടുമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ പേപ്പേഴ്സ് ഒക്കെ ആവശ്യപ്പെടുകയാണ്. മെറിക്ക് സോളിൽ ഒരേ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ എന്നായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു ഫ്രണ്ട് നാട്ടിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവരൊന്നിച്ച് ഒരു കടയിലൊക്കെ കയറി ഫുഡ് കഴിക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു ഇപ്പോൾ ടേബിളൊക്കെ ഫിൽ ആയതുകൊണ്ട് തന്നെ ഒരാൾ എക്സ്ട്രാ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതായിരിക്കുമെന്ന് അതിന്റെ ഓണറും അറിയിക്കുന്നത്. പക്ഷെ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വൂജ് തന്നെയാണ്. നേരത്തെ വൂജ് US വർക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാള് ഇവിടെ ഇങ്ങനത്തെ ഒരു ഷോപ്പൊക്കെ ഉണ്ടെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുവാനായിട്ട് താൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്നും വൂജുവും പറയുന്നു. അങ്ങനെ ഇരിക്കെ വൂജുനെ കാണുമ്പോഴത്തേക്കും തനിക്ക് തന്റെ ഫസ്റ്റ് ലവിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നതെന്ന് അവളുടെ ആർമി ഫ്രണ്ട് പറയുന്നുണ്ട്. ആർമി ഫ്രണ്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ആള് മുടിയൊക്കെ ഷേവ് ചെയ്ത് ഒരു ബുദ്ധ സന്യാസിയായി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫ്രണ്ടും മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് ആർമിയിൽ പോയിട്ടുണ്ടായിരുന്നെന്ന് അവരെയും അറിയിക്കുന്നു. സോ ഇപ്പോൾ ആർമി ഫ്രണ്ട് മെറിയുടെ ഫസ്റ്റ് ലവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതായത് അവൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി കാർ ആക്സിഡന്റിലൊക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കുട്ടിക്ക് അവളും അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയും നൽകി. പക്ഷെ ആ കുട്ടിയാകട്ടെ അവളുടെ അടുത്തൊരു താങ്ക് യു പോലും പറയാതായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അന്നു മുതൽ മെറി എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും അവളുടെ അഡ്വാൻറ്റേജ് എടുക്കുന്നതല്ലാതെ അവൾക്ക് തിരിച്ച് ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഫ്രണ്ടും അറിയിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു അവളുടെ ഫസ്റ്റ് ലവ് താൻ തന്നെ ആയിരുന്നു എന്ന സത്യം എല്ലാം തന്നെ വൂചുവും മനസ്സിലാക്കുന്നത്. അന്ന് കാർ ആക്സിഡന്റ് കാരണം അവൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ടായിരുന്നു ഞാനും അവൻ എന്റെ ടോയൊക്കെ ഗിഫ്റ്റായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ അവന്റെ ഹെഡൊക്കെ വളരെയധികം ഭംഗിയുള്ളതാണ്. അതെപ്പോഴും തൊടുവാനായിട്ടൊക്കെ നമുക്ക് തോന്നും. ഞാൻ പിന്നീട് ഒരിക്കൽ പോലും അവനെ കണ്ടിട്ടില്ലെങ്കിലും എവിടെയെങ്കിലും വെച്ച് അവനെ കാണുകയാണെങ്കിൽ എനിക്ക് അവന്റെ ഹെഡ് വെച്ചിട്ട് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് മെറിയും അറിയിക്കുന്നത്.
കുട്ടിക്കാലത്ത് തന്നെ അവനെ കാണുവാനായിട്ട് ഭംഗി ഉണ്ടായിരുന്നത് കൊണ്ട് അവന് വലുതാകുന്ന സമയത്തും വളരെയധികം ഹാൻസം ആയിരിക്കുമെന്ന് തനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവനും ഒന്ന് പുഞ്ചിരിക്കുന്നു. ആർമിയിൽ നിന്നും വന്ന സമയത്ത് 2 സാധനങ്ങളായിരുന്നു ആർമി ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒന്നാകട്ടെ ഡ്രിങ്ക്സ് ആയിരുന്നു. അത് വൂജുവിന് വേണ്ടി അവൾ നൽകുന്നു. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാക്ടസ് ചെടിക്ക് ഇപ്പോൾ മെറിക്കും അവൾ സമ്മാനിക്കുകയാണ്. "നീ അറിയാതെ ഒന്നും ഇതിൽ കയറി ഇരുന്നേക്കരുതേ" എന്ന് തമാശയായിട്ട് വൂജു പറയുമ്പോഴത്തേക്കും നേരത്തെ നടന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്തിട്ട് അവരും പരസ്പരം ചിരിക്കുന്നു. തന്റെ ഫസ്റ്റ് ലവ് മെറി ആയിരുന്നത് പോലെ തന്നെ മെറിയുടെ ഫസ്റ്റ് ലവ് താനും ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന വൂജുവും ഇപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ട് അവരുടെ വെഡിങ് ഫോട്ടോയ്ക്ക് നോക്കുന്നു. സിയോയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് സിയോനെ വീട്ടിൽ കൊണ്ടുപോയിക്കോളുവാനായിട്ട് ചിൻകിങ്ങും പറയുകയാണ്. പക്ഷെ സിയോ ആകട്ടെ അവിടെ നിന്ന് പോകുവാനായിട്ടുള്ള മടി കാരണം ഓരോരോ വേദനകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇനി സെക്രട്ടറിയും ഓരോ വേദനകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോരോ സ്കാനിങ്ങിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടറിനെ കൺവിൻസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ചിൻകുങ്ങിന് ഇതെല്ലാം തന്നെ കള്ളത്തരമാണെന്ന് നേരത്തെ തന്നെ മനസ്സിലായതാണ്. സോ അവിടെ ഉണ്ടായിരുന്ന ഓരോരോ ബോക്സ് ആയിട്ട് അവളും തുറന്നു നോക്കുന്നു. ചിലതിൽ സ്നാക്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, മറ്റു ചിലതില് ഡ്രിങ്ക്സ് പോലും ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റണം. കൂടാതെ അടുത്ത ദിവസം തന്നെ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഇനിയും ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല എന്ന് അവളും നിർബന്ധം പിടിക്കുന്നു. സെക്രട്ടറിയും കുറച്ച് നാൾ കൂടി ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ഹോസ്പിറ്റലാണ്. ഇത് രോഗികൾക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാതെ നിങ്ങളെ പോലെ ഉള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരു രോഗിയെ കിടത്തുവാനായിട്ട് ഈ ഒരു ബെഡ് ഉപകാരകരമാകുമെന്നും ഇനി ഞാൻ ഒരിക്കലും വാക്കുമാറ്റി പറയുന്നതായിരിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. അവളോട് പറഞ്ഞിട്ട് വല്ല കാര്യമൊന്നുമില്ല. അവളൊന്നും സമ്മതിച്ചു തരുകയില്ല. ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഡയറക്ടറുടെ മകളാണ് അവൾ. അതുകൊണ്ട് തന്നെ നീ നേരിട്ട് ചെന്നിട്ട് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറിന്റെ അടുത്ത് കുറച്ച് നാൾ കൂടി നീട്ടി തരാമോ എന്ന് ചോദിക്കുവാനായിട്ട് സിഒയും ആവശ്യപ്പെടുന്നു. ഹോസ്പിറ്റലിലെ തന്നെ സീനിയർ ആയിട്ടുള്ള ഡോക്ടറും ഇപ്പോൾ ചിനിക്കുങ്ങിനെ വന്ന് കണ്ടിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകുവാനായിട്ടുണ്ട്. സോ ഇന്ന് രാത്രി നീ എന്റെ ഡ്യൂട്ടി ചെയ്യാമോ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ഇന്ന് എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവളും അവിടെ നിന്നും പോവുകയാണ്. അവളങ്ങനെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബോജുവിനെ കാണുവാനായിട്ടായിരുന്നു. ബോജു തനിക്ക് വേണ്ടി സീറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണെന്നായിരുന്നു അവള് കരുതിയതെങ്കിൽ പോലും പിന്നീട് ബോജുവിനോട് സംസാരിക്കുമ്പോഴത്തേക്കുമാണ് നിനക്ക് ട്രീറ്റ് തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയായിരുന്നു ഈ ഒരു സീറ്റൊക്കെ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവളെയും അറിയിക്കുന്നത്. സോ അവരങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെക്കുറിച്ചും ബുജു സംസാരിക്കുന്നു. അതായത് അവൾ ഇതിനു മുമ്പ് പലരുടെയും അടുത്ത് ഡേറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പലതും ബ്രേക്കപ്പ് ആയി. സോ അതെല്ലാം തന്നെ പറഞ്ഞിട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് അവളെ കളിയാക്കുകയായിരുന്നു ബൂജു. പക്ഷെ ഈ ഒരു സമയത്താകട്ടെ ബൂജുവിന്റെ പാസ്റ്റിനെ കുറിച്ച് തനിക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ എക്സും അതിനു മുമ്പിലത്തെ എക്സും എല്ലാം തന്നെ അവളുടെ അടുത്ത് വന്ന് ബൂജുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് എല്ലാം തന്നെ അവളും സംസാരിക്കുന്നു. എല്ലാവരും നിന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദേഷ്യം ഒന്നും തന്നെ നേരിട്ട് നിന്റെ അടുത്ത് തീർക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് എന്റെ അടുത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞ് തിരിച്ച് ബൂജുവിനെയും കളിയാക്കുന്നു. പിന്നെ നിന്റെ മുത്തശ്ശിക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. അതുകൊണ്ടാണ് നിന്നെ ബ്ലൈൻഡ് ഡേറ്റിനൊന്നും തന്നെ മുത്തശ്ശി വിടാത്തത്. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് നിന്റെയും എന്റെയും പ്രശ്നം തീർക്കുവാനായിട്ട് ഒരു വഴിയൊക്കെ ഉണ്ട്. നിന്റെ കൺമുമ്പിൽ തന്നെയുള്ള ഒരാളെ നീ സ്വീകരിച്ചാൽ മതി എന്നൊക്കെ അവളും പറയുവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അപ്പോൾ മറ്റൊരു ഡിസ്ട്രാക്ഷൻ എന്ന രീതിക്ക് അവിടെ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നവരുടെ മ്യൂസിക് തീരുകയും എല്ലാവരും തന്നെ കൈയടിക്കുകയും ചെയ്യുന്നു. ജിൻഗും ഇപ്പോൾ പറയുവാനായിട്ട് വന്ന കാര്യം പറയണോ വേണ്ടയോ എന്ന സംശയത്തിലേക്ക് ഇരിക്കുന്നു. അപ്പോഴായിരുന്നു മൂജു മറ്റൊരു കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, എന്റെ ഫസ്റ്റ് ലവ്, അവളെ ഞാൻ വീണ്ടും കണ്ടെത്തി. അവളായിരുന്നു എനിക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കീ ചെയിന്റെ ടോയ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. നീ അന്ന് കണ്ടില്ലേ മെറി? അവൾ തന്നെയാണ് ആ ഒരാള്. കൂടാതെ അവള് കുട്ടിക്കാലത്ത് തന്നെ എന്റെ തലയുടെ പിൻഭാഗമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് കാണുവാൻ ഭംഗിയുണ്ടായിരുന്നുവെന്നും എല്ലാം തന്നെ അറിയിച്ചു. പക്ഷെ അവൾക്ക് ഇതുവരെയായിട്ടും ആ പയ്യൻ ഞാനാണെന്നുള്ള കാര്യം ഒന്നും തന്നെ അറിയിക്കില്ല. ഞാനും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് ഊജുവും അറിയിക്കുന്നു. അങ്ങനെയിരിക്കെ ആയിരുന്നു അവളെ നിനക്ക് ഇത്രത്തോളം ഇഷ്ടമായിരുന്നെങ്കിൽ എന്തുകൊണ്ടായിരുന്നു പണ്ടേ നീ അവളെ അന്വേഷിച്ചു പോവാതിരുന്നതെന്നുള്ള ഒരു ചോദ്യമൊക്കെ ചിൻകുങ്ങും അവനോട് ചോദിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവനും അവളെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നിട്ട് അന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളുടെ അഡ്രസ് ഒക്കെ നോക്കി അവനും ആ വീടിന് മുമ്പിലായിട്ട് നിന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റൊരു വിവരം കൂടി വൂജുവിന് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കാർ ആക്സിഡന്റിന് ശേഷം 2 ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരുവാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയായിരുന്ന അയാളുടെ വണ്ടിയൊക്കെ ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അയാൾ മരണപ്പെടുകയും ചെയ്തു. സോ തന്റെ ആക്സിഡന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് വരുന്ന വഴിക്കാണല്ലോ മെറിയുടെ അച്ഛൻ മരണപ്പെട്ടത്. ആ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കോളിംഗ് ബെൽ അടിക്കുവാനായിട്ട് അവൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് അകത്തിരുന്ന മെറിയും അമ്മയും കൂടി സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത്.
അതായത് ഓൾറെഡി ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് കപ്പിള് മരിച്ചു പോയതാണ്. അങ്ങനെയിരിക്കെ നിന്റെ അച്ഛൻ വീണ്ടും എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്? അങ്ങനെ പോയത് കൊണ്ടല്ലേ അപകടമൊക്കെ സംഭവിച്ചു നിന്റെ അച്ഛൻ പോലും മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ അമ്മ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അച്ഛന് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കാണും. അത് പറയുവാനായിട്ടായിരിക്കും അച്ഛനും പോയിട്ടുണ്ടാവുകയെന്ന് മെറിയും തിരിച്ചു പറയുന്നു. പക്ഷെ അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ബോജവും അവരുടെ ഇടയിലേക്ക് പോകുവാനായിട്ട് മടിക്കുന്നു. അതായത് താൻ കാരണമാണ് അച്ഛൻ അങ്ങനെ ഒരു അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെന്നും അതുകൊണ്ട് തന്നെ തന്നെ കാണുകയാണെങ്കിൽ മെറി ഒരിക്കലും സന്തോഷിക്കുകയില്ല എന്നുമുള്ള തോന്നലായിരുന്നു അവന്റെ ഉള്ളിലും ഉണ്ടായിരുന്നത്. സോ അവന് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്ന ജ്യൂസ് എല്ലാം തന്നെ അവരുടെ ഗേറ്റിന് വെളിയിലായിട്ട് വെച്ചിട്ട് പോകുന്നു. ഞാൻ അവളെ കാണുന്ന സമയത്ത് അവളോട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവൾക്ക് എന്റെ അടുത്ത് ദേഷ്യമൊക്കെ തോന്നിയാലോ, അവൾ എന്നെ ശപിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാനും പിന്നീട് അവളെ തേടി പോകാതിരുന്നത്. ഇപ്പോഴും പോലും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവളോട് തുറന്നു പറയണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് താൻ ഉള്ളതെന്ന് ബോജു അറിയിക്കുമ്പോഴത്തേക്കും ഒരിക്കലും അവളോട് ഇതൊന്നും തന്നെ പറയുവാനായിട്ട് പാടില്ല എന്നാണ് ചിൻകുങ് അറിയിക്കുന്നത്. നീ കാരണമാണ് അവളുടെ അച്ഛൻ മരിച്ചതെന്ന് വല്ലതും അവൾ ചിന്തിക്കുകയാണെങ്കിൽ നീ സത്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോഴത്തേക്കും അവൾ നിന്നെ വെറുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ ആയിട്ടൊന്നും പറയുവാനായിട്ട് നിൽക്കരുതെന്ന് ചിൻകുങ്ങും പറയുന്നു. വൂജുവിനും അത് കേൾക്കുമ്പോഴത്തേക്കും വിഷമമാകുന്നുണ്ടെങ്കിലും ഇപ്പോൾ ചിൻകുങ് പറഞ്ഞതാണ് ശരിയെന്ന് അവനും കരുതുന്നു. സെക്രട്ടറി സിയോയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മാഗസീനിൽ അച്ചടിച്ച് വന്നപ്പോഴത്തേക്കും സെക്രട്ടറിയാണ് അതിന്റെ മെയിൻ എന്ന രീതിക്കൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് സിയോയ്ക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സെക്രട്ടറിയും ഞാൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയാണ് ഇന്റർവ്യൂ കൊടുത്തത്, പക്ഷെ അവരെന്നെ മെയിൻ ആക്കിയിട്ടൊക്കെ മാഗസീനിൽ തരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി ഇപ്പോൾ സിയോയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നു. അല്ലേലും നമ്മുടെ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നിന്റെ പ്ലാൻ പ്രകാരമല്ലേ നടക്കുന്നത്. അങ്ങനെയിരിക്കെ നിലവിൽ കമ്പനി 350% പ്രോഫിറ്റിൽ പോകുന്നതും കഴിഞ്ഞ തവണ എനിക്ക് അവാർഡ് കിട്ടിയത് പോലും നിന്റെ പ്രയത്നം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ അച്ചടിച്ചു വരുന്നതെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന രീതിക്കാണ് സിഒ സംസാരിക്കുന്നത്. കൂടാതെ സിഒയും തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണമൊക്കെ അവനും നൽകുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ കുറെ ബുള്ളീസ് ഒക്കെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വന്നപ്പോഴത്തേക്കും നീയായിരുന്നു എന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എന്റെ അച്ഛൻ നിന്നെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചതും ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിന്നെ നിയമിച്ചതും. ചില നേരത്തെ നീ എന്റെ ഫ്രണ്ട് ആണെന്നുള്ള രീതിക്കൊക്കെ പെരുമാറുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല, മറിച്ച് എന്റെ പെറ്റായിട്ടുള്ള ഒരു ഡോഗ് മാത്രമാണ്. പിന്നെ നീ എത്രയൊക്കെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അത് നിന്റെ ജോലി മാത്രമേ ആകുന്നുള്ളൂ. അതല്ലാതെ എന്നെ തോൽപ്പിക്കുവാനായിട്ട് നിനക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിഒയും അവനെ അപമാനിച്ചു വിടുന്നു. സത്യങ്ങളെല്ലാം തന്നെ മെറിയുടെ അടുത്ത് തുറന്നു പറയുകയാണെങ്കിൽ അവൾക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊക്കെ തോന്നുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിൻകുങ്ങും ബൂച്ചുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്നും ബൂച്ചുന് ഒരുപാട് വിഷമമായി കാണുമെന്നും ചിൻകുങ്ങും ഇപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു പിയാനോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവളും ആ ഒരു പിയാനോ വായിക്കുന്നു. പണ്ട് അവളും പൂച്ചയും കൂടി ഒന്നിച്ച് പിയാനോ ഒക്കെ വായിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് അവളും ഇപ്പോൾ പിയാനോ വായിക്കുന്നത്. അങ്ങനെ ഇരിക്കെ വിഷമിച്ച് വന്നിട്ടുണ്ടായിരുന്ന സെക്രട്ടറിയും ഈ ഒരു കാഴ്ചയൊക്കെ കാണുന്നു. പൂജോന്റെ പേരൻസ് ഒക്കെ മരിച്ചതിന്റെ വാർഷികം എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവരും അതിന്റെ ചടങ്ങുകളൊക്കെ നടത്തുന്നു. ഓങ്സും ബൂച്ചന്റെ ആന്റിയും കൂടി സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഓങ്സുവിന് ഒരുപാട് വിശക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പൂജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നമുക്ക് മേടിച്ചു കൊടുത്താലോ എന്നുമൊക്കെ ഓങ്സുവും സംസാരിക്കുന്നു. അതായത് അന്നത്തെ ദിവസം ബൂച്ചന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യമൊക്കെ അവനും പറഞ്ഞത്. പക്ഷെ ആന്റിക്കും ആ ഒരു കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബൂജന്റെ പേരൻസ് മരിച്ചിട്ടുണ്ടായിരുന്നത് ബൂജന്റെ ബർത്ത്ഡേയുടെ അന്ന് ആയതുകൊണ്ട് തന്നെ അവൻ ഒരിക്കൽ പോലും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. സോ നമുക്കെങ്കിലും അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തുകൂടെ എന്ന് ഉങ്സ് ചോദിക്കുമ്പോഴത്തേക്കും അതിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. എന്റെ സഹോദരൻ മരിച്ചതിന് കാരണം പോലും ബൂജു ആണെന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയും ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ബൂജുവും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു. സോ അവനും വിഷമിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് മുത്തശ്ശിയും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് ഓർക്കുന്നത്. അതായത് വൂജുവിന്റെ പേരൻസ് ഒക്കെ മരിച്ച് അതിന്റെ അടക്കിന്റെ സമയത്താകട്ടെ വൂജുവും താൻ കാരണമാണ് അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും നടന്ന കാര്യങ്ങളൊക്കെ നമ്മളെയും കാണിക്കുന്നത്. അതായത് വൂജുവിന്റെ ബർത്ത്ഡേയുടെ അന്ന് വൂജുവിന്റെ അച്ഛനും അവരൊരു ടോയ് റോബോട്ടിനെയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനും അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയുണ്ടായി. പക്ഷെ പിന്നീട് ഉങ്സു അത് കാണിക്കും അത് ഉങ്സുന് വേണമെന്ന് പറയുകയും ചെയ്തത് കൊണ്ട് തന്നെ അച്ഛൻ ഉങ്സുനും അത് കൊടുത്തിട്ട് പോന്നു. ഇപ്പോൾ വൂജുവും അതൊക്കെ ഓർത്ത് ആകെ പിണങ്ങിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് അച്ഛനും അവന് മറ്റൊരു റോബോട്ട് ടോയിനൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു ഒരു വണ്ടി അവരുടെ നേർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നോട് സംസാരിക്കുവാനായിട്ട് തിരിഞ്ഞ സമയത്തായിരുന്നു ഇതുപോലെ വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നെന്നും അതുകൊണ്ട് തന്നെ അച്ഛൻ മരിക്കുവാനുള്ള കാരണക്കാരൻ താനാണെന്നും പറഞ്ഞുകൊണ്ട് ബൂജുവും ഇരിക്കുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന മുത്തശ്ശനും ഇതുപോലെ ബൂജു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ബൂജുവിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു.
ആന്റി മുത്തശ്ശിയുടെ സെക്രട്ടറിനെ കോൾ ചെയ്തതിന് ശേഷം മുത്തശ്ശിനെ കറക്റ്റായിട്ട് ഫുഡൊക്കെ കഴിപ്പിച്ചോണമെന്ന് പറയുകയാണ്. അമ്മയുടെ മകൻ മരിച്ച ദിവസം ആയതുകൊണ്ട് തന്നെ അമ്മ എന്തായാലും ചേട്ടനെ കുറിച്ചായിരിക്കും കൂടുതലായിട്ട് ആലോചിക്കുക. സോ അമ്മ ഫുഡ് പോലും കഴിക്കാതെ അമ്മയുടെ ആരോഗ്യം മോശമാകുവാനുള്ള സാധ്യതയെല്ലാം തന്നെ താൻ കാണുന്നുവെന്നാണ് ആന്റിയും പറയുന്നത്. മുത്തശ്ശൻ വൂജുവിനെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യുഎസിലേക്ക് അവനെ അയച്ച സമയത്തെല്ലാം തന്നെ മുത്തശ്ശി അവനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം ചടങ്ങൊക്കെ നടക്കുന്ന സമയത്തെല്ലാം തന്നെ ഞാൻ മുത്തശ്ശിനെ ശ്രദ്ധിച്ചു. മുത്തശ്ശി ഒരിക്കൽ പോലും ഊജന്റെ മുഖത്തേക്ക് നോക്കിയത് പോലും ഇല്ല എന്ന് ഓൺസും പറയുകയാണ്. അങ്ങനെയിരിക്കെയാണ് അങ്കിളും മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നത്. ശരിക്കും ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ആ സംഭവ സ്ഥലത്തെത്തിയ മറ്റൊരാളാകട്ടെ ഇതുപോലെ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്കിളിന് ഒരു മെസ്സേജ് അയച്ചതായിട്ടും ഇപ്പോൾ കാണിക്കുന്നു. മെറിയുടെ ആർമി ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കാക്ടസിന്റെ ചെടിയില് പൂക്കളൊക്കെ വന്നത് കണ്ടിട്ടുണ്ടായിരുന്ന മെറിയും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വൂജുവിന് അയച്ചു കൊടുക്കുന്നു. വൂജു പേരൻസ് മരിക്കുവാനുള്ള കാരണക്കാരൻ താനാണെന്ന് പലരും പറഞ്ഞതിനെ കുറിച്ചെല്ലാം തന്നെ ഓർത്തിട്ട് ആകെ മൊത്തം ഒരു ശാരീരിക പ്രശ്നമൊക്കെ ഉള്ള രീതിക്ക് നിൽക്കുകയാണ്. അങ്ങനെയിരിക്കെ അവിടെ ഉണ്ടായിരുന്ന മരുന്നൊക്കെ എടുത്ത് അവൻ കഴിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമായിരുന്നു മെറിയുടെ മെസ്സേജ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അന്നത്തെ ദിവസം വൂജുവിന്റെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മെറിയും വീട്ടിൽ വരികയാണെങ്കിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാമെന്ന് അവനോടും പറയുന്നു. ആദ്യം അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് അവനും വരാമെന്നൊരു മറുപടിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുക്ക് ചെയ്യുവാൻ അറിയാത്ത ഫുഡ് എല്ലാം തന്നെ ഇപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അവളും ഉണ്ടാക്കുകയാണ്. അവളും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അമ്മയ്ക്കും സംശയം തോന്നുന്നുണ്ട്. അമ്മയും ആരെങ്കിലും നിന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവളും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്യുന്നു. അവളുടെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് ടീം ലീഡ് ആയിട്ടുള്ള വൂജു ആയിരിക്കണേ എന്നൊക്കെ അമ്മയും ഓർക്കുകയാണ്. അമ്മയ്ക്കും അതൊരുപാട് സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെയിരിക്കെ ഇപ്പോൾ വൂജു മെറിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ഒരുപാട് ഫുഡൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവരും ഇത്രയേറെ ഫുഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ തീർക്കണമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇത്ര ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അവളും അറിയിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ഫുഡ് കഴിക്കുവാനായിട്ട് തുടങ്ങുന്നു. അമ്മ പറഞ്ഞു കൊടുത്തതനുസരിച്ച് മെറി ചെയ്തിട്ടുണ്ടായിരുന്ന സൂപ്പില് കുറച്ച് ഉപ്പൊക്കെ കൂടുതലായിരുന്നു. അതായത് മറ്റൊരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉപ്പൊക്കെ കുറയുകയുള്ളൂ എന്ന് അമ്മ ഇപ്പോൾ മാത്രമാണ് അവൾക്ക് മെസ്സേജ് അയക്കുന്നതും. അങ്ങനെയിരിക്കെ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചും അതിൻ്റെ അകത്ത് കുറച്ചുകൂടി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുകയും അത് നല്ലതാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവനും അവനെക്കുറിച്ചുള്ള കാര്യമൊക്കെ അവളോട് പറയുന്നത്. അവൻ 8 വയസ്സുള്ള സമയത്ത് അവന്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു അവന്റെ പേരൻസ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അന്ന് അവന് ഒരുപാട് കുറ്റബോധമൊക്കെ തോന്നി. പിന്നീടും അവൻ അവന്റെ എല്ലാ ബർത്ത്ഡേക്കും നല്ല രീതിക്ക് ആഘോഷിച്ചിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറിച്ച് കൂടുതലായിട്ടൊക്കെ റൈസ് കഴിക്കും. അങ്ങനെ റൈസ് കഴിക്കുമ്പോഴത്തേക്കും അവനും ഉറക്കം വരും. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ദിവസവും കടന്നു പോകും. അങ്ങനെയായിരുന്നു അവന്റെ പതിവുകൾ. കുറ്റബോധം കാരണം താനും ആ ഒരു ദിവസം മറക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഫുഡൊക്കെ താനും ബർത്ത്ഡേക്ക് കഴിക്കുന്നതെന്ന് അവനും അറിയിക്കുന്നു. എന്തായാലും ഈ ഒരു ദിവസം തനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവൻ പറയുകയും പിന്നീട് അവർ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ മെറിയുടെ ചുണ്ടിലായിട്ടൊക്കെ ഫുഡ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും അത് അവൾക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കും അത് തൂത്ത് കളയുവാനായിട്ട് സാധിക്കാതെ വരുമ്പോഴത്തേക്കും അവനായിട്ട് തന്നെ അത് തൂത്ത് കളയുന്നു. അപ്പോഴായിരുന്നു ആകാശത്ത് 2 റെയിൻബോ ഒക്കെ ഒന്നിച്ചു വന്നിട്ടുണ്ടായിരുന്ന കാഴ്ച മെറിയും കണ്ടിട്ടുണ്ടായിരുന്നത്. സോ മെറിയും ഇപ്പോൾ അത് വൂചുവിനെയും കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ഒരാഗ്രഹമൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ടും അവനോട് പറയുകയാണ്. മെറിയും തന്റെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഒരുപാട് പണം ഉണ്ടാക്കണമെന്നും അമ്മയ്ക്ക് ഒരിക്കലും അസുഖമൊന്നും വരരുതെന്നും നല്ല രീതിക്ക് കരിയറൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു വീടൊന്നും നമുക്ക് കൈവിട്ട് പോകരുതെന്നും എല്ലാം തന്നെയാണ് താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അവളും പറയുകയാണ്. പക്ഷെ മെറിയും പിന്നീട് വൂച്ചുവിനോട് അവന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ അത് പറയുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. എങ്കിലും അവൾ അവന്റെ പിന്നാലെ നടന്നിട്ട് എന്താണ് നീ പ്രാർത്ഥിച്ചതെന്നൊക്കെ പറ എന്ന് പറഞ്ഞ് അവനെ ശല്യം ചെയ്യുന്നു. അവനും അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മെറിയുടെ എക്സ് ആയിട്ടുണ്ടായിരുന്ന വൂച്ചു അവിടേക്ക് എത്തുന്നത്. ഞാൻ നിന്നെ പിടികൂടുവാനായിട്ട് പോവുകയാണ്. എനിക്കെങ്ങനെ നിന്നെ പിടിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നീ എന്താഗ്രഹമായിരുന്നോ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അതിനോട് പറയേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിക്കുവാനായിട്ട് അവളെ ശ്രമിക്കുമ്പോഴത്തേക്കും അവളും കാല് തെറ്റി വീഴുന്നു. അവൾ അങ്ങനെ നേരെ വീണിട്ടുണ്ടായിരുന്നത് ബൂജുവിന്റെ കയ്യിലേക്കായിരുന്നു. ഇപ്പോൾ നമ്മുടെ എക്സ് ആയിട്ടുള്ള ബൂജു വെളിയിൽ നിന്നുകൊണ്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുകയാണ്. കൂടാതെ ബൂജുവും ഇപ്പോൾ മെറിനെ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു. സോ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ബൂജുവിനെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.